നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. തൊടുപുഴ മേഖലയിൽ നേരിയ സംഘർഷം. +1 പ്രവേശനം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വിവിധ സ്കൂളുകളിൽ 169 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സീറ്റുകൾ ബാക്കിയായത് സർക്കാർ സ്കൂളുകളിൽ. തോപ്രാംകുടിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കോട്ടയം സ്വദേശി ബിനു. ദുർബലമായ കാലവർഷം വീണ്ടും ശക്തമാകുന്നു. പീരുമേട് മേഖലയിൽ പലയിടത്തും കനത്ത മഴ. വാർത്തകൾ വിശദമായി. UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇടുക്കിയിൽ പൂർണ്ണം. തൊടുപുഴയിൽ സർക്കാർ ഓഫീസുകൾ അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായി. സ്വാശ്രയ ഫീസ് പ്രശ്നത്തിൽ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് UDF ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താൽ പൂർണ്ണമായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും സമരക്കാർ പലയിടത്തും തടഞ്ഞു. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. മറ്റു ജില്ലകളിൽ നിന്ന് വന്ന സ്വകാര്യ വാഹനങ്ങൾ അതിർത്തിയിൽ സർവീസ് അവസാനിപ്പിച്ചു. എന്നാൽ KSRTC ബസ്സുകൾ പലയിടത്തും സർവീസ് നടത്തി. ഇതിനിടെ തൊടുപുഴയിൽ ഹർത്താൽ അനുകൂലികൾ നടത്തിയ മാർച്ചിനിടെ DDE ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. ഓഫീസിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരെ ഇറക്കിവിട്ടു. തൊടുപുഴയിൽ തുറന്ന കടകൾ പലതും ഹർത്താൽ അനുകൂലികൾ ബലമായി അടപ്പിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ പോലീസ് കനത്ത സുരക്ഷയാണ് ഹർത്താലിനെ തുടർന്ന് ഒരുക്കിയിരുന്നത്. സ്കൂളുകളും സർക്കാർ ഓഫീസുകളുമെല്ലാം അടഞ്ഞുകിടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. രാവിലെ മുതൽ തന്നെ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. അപ്രതീക്ഷിതമായി എത്തിയ ഹർത്താൽ യാത്രക്കാരെ വലച്ചു. ബസ് സ്റ്റാൻഡുകളിൽ എത്തിയവർക്ക് KSRTC ബസ്സുകൾ മാത്രമായിരുന്നു ആശ്രയം. ലാത്തിച്ചാർജിൽ പരിക്കേറ്റ കോൺഗ്രസ് KSU പ്രവർത്തകരെ ഇന്നലെ രാത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PJ ജോസഫ് MLA എന്നിവർ സന്ദർശിച്ചു. UDF പ്രഖ്യാപിച്ച ഹർത്താൽ പീരുമേട് തോട്ടം മേഖലയിലും പൂർണ്ണമായിരുന്നു. മിക്കയിടങ്ങളിലും UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പീരുമേട് മേഖലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തുറന്നെങ്കിലും പ്രവർത്തകർ അടപ്പിച്ചു. ടാക്സി വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. അപൂർവം സ്വകാര്യ വാഹനങ്ങളും KSRTC ബസ്സും നിരത്തിലിറങ്ങിയെങ്കിലും പ്രവർത്തകർ തടഞ്ഞു. രാവിലെ തന്നെ ഹർത്താൽ അനുകൂലികൾ ടൌണുകൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. എന്നാൽ തോട്ടം മേഖലയിൽ കാര്യമായി ഹർത്താൽ ബാധിച്ചില്ല. തോട്ടം തൊഴിലാളികൾ പണിക്കിറങ്ങി. കടകമ്പോളങ്ങളൊന്നും തുറക്കാതായതോടെ ജനങ്ങൾ വലയുകയും ചെയ്തു. ഹർത്താൽ സമാധാനപരമായിരുന്നു. ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ച് വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തൊടുപുഴയിൽ പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ കോൺഗ്രസ് KSU പ്രവർത്തകരെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിക്രൂരമായിട്ടുള്ള ലാത്തിച്ചാർജാണ് ഇന്ന് KSU നേതാക്കൾക്ക് എതിരായി തൊടുപുഴ ഉണ്ടായിട്ടുള്ളത്. ഇത് ക്രമസമാധാനത്തിന്റെ പേരിലോ നിയമവാഴ്ചയുടെ പേരിലോ പോലീസിന് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഓരോരുത്തർക്കും ഏറ്റിട്ടുള്ള പരുക്ക് അത് വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താമെന്നാണ് പോലീസ് വിചാരിക്കുന്നെങ്കിൽ, ഗവൺമെന്റ് വിചാരിക്കുന്നെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. ഇതിനെതിരെ നിയമപരമായ നടപടികൾ. ഇത്
നിയമവാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഒരിടത്തും ആർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. മറിച്ച് വ്യക്തിവൈരാഗ്യത്തിൻ്റെയും ഒരു ശക്തിയായിട്ടുള്ള എതിർപ്പിൻ്റെയും ഒരു വൈരാഗ്യ മനസ്സോടുകൂടി ചെയ്തിട്ടുള്ള നടപടിയാണ്. ഇതിനെതിരെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും നേരിടുന്നതാണ്. +1 ഏകജാലകം പ്രവേശനം പൂർത്തിയാകാൻ ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ വിവിധ സ്കൂളുകളിലായി 169 സീറ്റുകളിൽ ഇനിയും പ്രവേശനത്തിന് കുട്ടികൾ എത്തിയിട്ടില്ല. മാനേജ്മെന്റ് സ്കൂളുകളിൽ കുട്ടികൾ പ്രവേശനത്തിന് തിരക്ക് കൂട്ടുമ്പോൾ സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിന് കുട്ടികൾ എത്താത്തതാണ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാൻ കാരണമാകുന്നത്. +1 ഏകജാലക പ്രവേശനത്തിന് 2 ദിവസം കൂടി അവശേഷിക്കെ ഹൈറേഞ്ച് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇനിയും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേസമയം ചില മാനേജ്മെന്റ് സ്കൂളുകളിൽ 2ാം അലോട്ട്മെന്റോടെ സീറ്റുകളിലെല്ലാം തന്നെ പ്രവേശനം പൂർത്തിയാക്കി ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിമാലി ഉപജില്ലയുടെ കീഴിൽ ഏകദേശം 100-ൽ താഴെ കുട്ടികൾക്കാണ് ഇനിയും പ്രവേശനം ലഭിക്കാത്തത്. യഥാസമയം അപേക്ഷകൾ സമർപ്പിക്കാത്തവർ, പ്രവേശനം ലഭിച്ച സ്കൂളുകളിൽ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ചവർ, വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു സ്കൂളിലും പ്രവേശനം ലഭിക്കാത്തവർ തുടങ്ങിയവർ ഈ ഗണത്തിൽ ഉൾപ്പെടും. 100-ൽ താഴെ കുട്ടികൾക്ക് ഇനിയും പ്രവേശനം ലഭിക്കാനിരിക്കെ വിവിധ സ്കൂളുകളിലായി 169 +1 സീറ്റുകളാണ് ഇപ്പോൾ ഒഴിവായി കിടക്കുന്നത്. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് സ്കൂളിൽ ബയോസയൻസിൽ 40 സീറ്റും, വെള്ളത്തുവൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോസയൻസിൽ 29ഉം, കൊമേഴ്സിൽ 21ഉം, ഹ്യൂമാനിറ്റീസിൽ 24ഉം സീറ്റുകൾ ഒഴിവുണ്ട്. ബൈസമ്മാലിയിൽ ബയോസയൻസിൽ 29ഉം ഹ്യൂമാനിറ്റീസിൽ 19 സീറ്റും ഒഴിവുണ്ട്. കുമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ 7 സീറ്റിൽ ഒഴിവുണ്ട്. പ്രവേശന നടപടികൾ അവസാനിക്കാനിരിക്കെ ഇനിയും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ ഒഴിവുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ പ്രവേശനത്തിനായി എത്തിയാൽ ഇത്തവണ SSLC പരീക്ഷയിൽ ഉപജില്ലയിൽ നിന്നും വിജയം കൈവരിച്ച 100% കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കാനാകും. തോപ്രാംകുടിക്ക് സമീപം ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോട്ടയം പാമ്പാടി സ്വദേശി ബിനുവാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് തോപ്രാംകുടി ദൈവമേടിന് സമീപം അമല ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ മറിഞ്ഞത്. തോപ്രാംകുടി കല്ലാട്ട് വീട്ടിൽ KJ കുര്യനും ഭാര്യ സിസിലിയും ഇവരുടെ വീട്ടിലെ ജോലിക്കാരനുമായ ബിനുവും ഓട്ടോറിക്ഷയിൽ കൃഷിസ്ഥലത്തേക്ക് പോകും വഴിയാണ് അമല ജംഗ്ഷനിൽ ഓട്ടോ മറിഞ്ഞത്. ഉടൻ തന്നെ സമീപവാസികൾ ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെങ്കിലും യാത്രാമധ്യേ ബിനു മരണമടഞ്ഞു. തോപ്രാണിന്ന് ഉണ്ടക്കാമാരി പോകുന്ന റൂട്ടിൽ അമലയെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി പറിച്ചു. ഞാൻ അന്നേരം വീട്ടിൽ നിന്ന് വരുമായിരുന്നു. ഈ സമയത്ത് ഞാൻ കണ്ടു. ഞാൻ ഒരു ആശുപത്രി തോപ്രാണി ആദ്യം കൊടുത്തു. കട്ടപ്പന ആശുപത്രി കൊണ്ടുവന്നാക്കി. അയാൾ മരിച്ചു. പരിക്കേറ്റ കുര്യൻ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതാനും ദിവസം ദുർബലമായിരുന്ന കാലവർഷം ശക്തമായി. പീരുമേട് മേഖലയിൽ കനത്ത ഇടിയുടെയും കാറ്റിന്റെയും അകമ്പടിയോടെയാണ് മഴ പെയ്യുന്നത്. ജൂൺ ആദ്യവാരം തന്നെ കാലവർഷമെത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ച ശക്തി പ്രാപിച്ച മഴ പിന്നീട് ദുർബലപ്പെട്ടു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും മഴ ശക്തിയായി. ഇടിയുടെയും കാറ്റിന്റെയും അകമ്പടിയോടെയാണ് മഴ പെയ്തിറങ്ങുന്നത്. ശക്തമായി പെയ്യുന്ന മഴയിൽ നദികളിലെയും പുഴകളിലെയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. മഴ കൃഷികൾക്കും അനുഗ്രഹമാണ്. എന്നാൽ മണ്ണിടിച്ചിലിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടയാകുമെന്ന ആശങ്കയുമുണ്ട്. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ഏലപ്പാറ പഞ്ചായത്തുകളിലാണ് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാകും. നനഞ്ഞൊലിച്ച് ഏതു സമയവും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. രാജ്യത്ത് ഏകീകൃത ചരക്ക് സേവന നികുതി വന്നതോടെ കച്ചവടക്കാരും ഉപഭോക്താക്കളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അരി, പച്ചക്കറി, ഇറച്ചിക്കോഴി എന്നിവയുടെ ടാക്സ് ഒഴിവാക്കിയെങ്കിലും ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും GSTക്കും മുമ്പുണ്ടായിരുന്ന വിലയാണ് വ്യാപാരികൾ ഈടാക്കുന്നത്. രാജ്യത്ത് GST നിലവിൽ വന്നതോടെ പഴയ നികുതി സമ്പ്രദായം ഇല്ലാതായി. എന്നാൽ മിക്കവാറും വ്യാപാരികളും നിർമ്മാതാക്കളും ഉൽപ്പന്നങ്ങൾ പഴയ വിലയ്ക്ക് പുറമെ GST കൂടി രേഖപ്പെടുത്തിയ പരമാവധി വിലയിൽ മാറ്റം വരുത്തിയാണ് വിപണിയിലെത്തിക്കുന്നത്. GST വരുന്നതിന് മുൻപ് 8.5% നികുതി ഉണ്ടായിരുന്ന തേയില, കാപ്പി, നിരവധി ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നികുതി 8.5-ൽ നിന്നും 5% കുറച്ചുവെങ്കിലും വ്യാപാരത്തിൽ 8.5% നികുതിക്ക് പുറമെ ഇപ്പോൾ ഏർപ്പെടുത്തിയ 5% നികുതി കൂടി ഉൾപ്പെടുത്തിയാണ് കച്ചവടക്കാർ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. GST പലചരക്ക് മേഖലയ്ക്ക് ഗുണകരമാണെന്ന് വ്യാപാര സമൂഹം വിലയിരുത്തുമ്പോഴും കച്ചവടത്തിലെ കള്ളത്തരം GST പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കമ്പനിയിൽ നിന്ന് എനിക്ക് തരുമ്പോൾ 5% ടാക്സ് കൊടുക്കുക, എത്ര % ടാക്സ് കൊടുക്കുന്നു, ആ ടാക്സ് ഞാൻ രജിസ്റ്റേർഡ് വ്യാപാരികൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഇൻപുട്ട് കിട്ടുന്നതുകൊണ്ട് ഫലത്തിൽ എഫക്റ്റ് വരുന്നില്ല. ചെറിയ വ്യത്യാസം ഉപഭോക്താക്കൾക്ക് ചെറിയ ഒരു തുകയുടെ വർധനവേ യഥാർത്ഥത്തിൽ വരുന്നുള്ളൂ. ജൂൺ 30-ാം തീയതി പരമാവധി സ്റ്റോക്ക് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് അധികരിച്ചു വരുന്ന 1-ാം തീയതി കയ്യിലുള്ള സ്റ്റോക്കിന് നിലവിൽ
ഉള്ള സ്റ്റോക്കിന് ടാക്സ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കേണ്ടി വരും. അത് ആ വ്യാപാരിക്ക് അതിന് ചെറിയ ഒരു നഷ്ടം സംഭവിക്കാവുന്നതാണ്. GST ഹോട്ടൽ വ്യവസായ മേഖലയിൽ തിരിച്ചടി സൃഷ്ടിച്ചതായി ഈ മേഖലയിലുള്ളവർ പറയുന്നു. 18 മുതൽ 20% വരെയാണ് ഹോട്ടലുകളിലെ GST നിരക്ക്. ഈ നിരക്ക് ഹോട്ടലിൽ വാങ്ങിയാൽ ഗുണഭോക്താക്കളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. അതിന് GST ബാധകമാകുമ്പോൾ 5% വെച്ച് അതിന് ടാക്സ് അടയ്ക്കുകയും അതിന് തൊഴിലാളികൾക്ക് ഉള്ള വരുമാന മാർഗം കണ്ടെത്തുകയും ഇത്രയും അധികം നികുതി കൊണ്ട് സാധിക്കുകയും ഇത് 18% ടാക്സാണ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. AC റെസ്റ്റോറൻറ്റിന് 18%, നോൺ AC 12%, അങ്ങനെ 2 രീതിയിലാണ് കാറ്റഗറി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ആൻഡ് റെസിഡൻസി നടത്തുന്നതിൻ്റെ ഇതിലായി ഒറ്റ GST നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് 18% ടാക്സ് അടയ്ക്കണമെന്നാണ് ഇപ്പോൾ അടുത്ത ദിവസം കിട്ടിയ റിപ്പോർട്ട്. ഇറച്ചിക്കോഴി, പച്ചക്കറി തുടങ്ങിയവയുടെ മുൻപുണ്ടായിരുന്ന എല്ലാ നികുതികളും ഒഴിവാക്കിയെങ്കിലും ഫലത്തിൽ പച്ചക്കറികൾക്കും ഇറച്ചിക്കോഴിക്കും ടാക്സ് ഇല്ലാതായപ്പോൾ വില വർദ്ധിക്കുകയാണുണ്ടായത്. താലൂക്കിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ദേവികുളത്തെ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന് ഇനിയും വികസനമായില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് പണിത കെട്ടിടത്തിലാണ് ഇന്നും ജീവനക്കാർ ഭീതിയോടെ ജോലി നോക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായ താലൂക്കായ ദേവികുളം താലൂക്കിന്റെ ആസ്ഥാന കെട്ടിടത്തിനാണ് ദുർഗതി. ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും കെട്ടിടം പണിയാനുള്ള ആർജവുമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഉപഭോക്താക്കൾക്കാണ്. 1913 ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടം ചോർന്നൊലിക്കുന്നത് കാരണം ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളും രേഖകളുമെല്ലാം അപായകരമായ നിലയിലാണുള്ളത്. 1913 രാജഭരണകാലത്ത് പണിത കെട്ടിടമാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ വിദൂര സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് നിൽക്കുന്ന ജീവനക്കാർക്ക് ഇവിടെ ആഫീസിൽ ഇരിക്കുന്നതിനോ അല്ലെ താമസിക്കുന്നതിനോ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഒട്ടേറെ സിവിൽ സർവീസ് മെച്ചപ്പെടുത്തുന്ന നടപടികളെ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയം. കെട്ടിടത്തിന്റെ ദയനീയാവസ്ഥ ഓഫീസിലെ ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ഉപഭോക്താക്കൾക്കും സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനോടൊപ്പം നേരാവണ്ണം ഇരുന്ന് ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിലാണ്. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 100 വർഷങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടം നന്നാക്കുന്നതിന് ഉദ്യോഗസ്ഥർ മിനക്കെടാത്തത് അനുദിന ഓഫീസ് പ്രവർത്തനങ്ങളെപ്പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രശ്നം രൂക്ഷമാക്കിയിരിക്കുകയാണ്. 10-100-80 കിലോമീറ്റർ ഒന്ന് സഞ്ചരിച്ച് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനോ മറ്റുള്ളത് ഒരു സൗകര്യമില്ല. ഏറ്റവും മോശമായിരിക്കുന്ന ഒരു താലൂക്ക്, കേരളത്തിൽ തന്നെ ഏറ്റവും മോശമായ ഒരു താലൂക്ക് എന്ന് പറഞ്ഞാൽ ഈ ദേവികുളമാണ്. ഒരു വികസനം, ഒരു ബുദ്ധിമില്ല. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളില്ല. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. രാജഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഈർപ്പം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാരണം പേപ്പറുകളും രേഖകളുമെല്ലാം പെട്ടെന്ന് നശിക്കാനിടയാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് ഓഫീസിന്റെ മുൻവശത്തെ ഇടനാഴിയിൽ ഇരുമ്പുകൾ, പൈപ്പുകൾ പിടിപ്പിച്ച് GI ഷീറ്റുകൾ സ്ഥാപിച്ചത് മാത്രമാണ് ഏക വികസനമെന്ന് പറയാവുന്നത്. കെട്ടിടത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ പക്കൽ ബോധിപ്പിക്കാൻ ആരും മിനക്കെടാത്തതാണ് കെട്ടിടത്തിന്റെ വികസനം അസാധ്യമാക്കുന്നത്. വിസ്തൃതമായ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് ഉപഭോക്താക്കൾ ഓഫീസിലെത്തുന്നത്. ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ താലൂക്ക് ആസ്ഥാനത്തില്ല. താലൂക്ക് കെട്ടിടം കൂടാതെ ദേവികുളത്തുള്ള മിക്ക സർക്കാർ കെട്ടിടങ്ങളും ദയനീയ സ്ഥിതിയിലാണുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപ്പെട്ട രേഖകൾ പലതും പേപ്പർ കഷ്ണങ്ങളായി മാറിയേക്കാം. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 2017-2018 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച വൈകിട്ട് 6:30 കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് പുതിയ സർവീസ് പ്രോജക്ടുകൾക്കും തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബൈജു എബ്രഹാം പ്രസിഡന്റായും ജോസ് മാത്യു സെക്രട്ടറിയായും KS ശശി ട്രഷററുമായുള്ള പുതിയ ടീമാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ ഭാരവാഹികളായി സ്ഥാനമേൽക്കുന്നത്. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണറും ഡിസ്ട്രിക്ട് ട്രെയിനറുമായ ഡോക്ടർ അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളും റോട്ടറി കുടുംബാംഗങ്ങളും പങ്കെടുക്കും. റോട്ടറി ഡിസ്ട്രിക്ട് 3201 ഈ വർഷത്തെ പ്രോജക്റ്റായ സേവ് വാട്ടർ പദ്ധതിയിൽ പങ്കുചേർന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേരാനാണ് റോട്ടറി ക്ലബ്ബ് ഈ വർഷം ലക്ഷ്യമിടുന്നത്. മുൻവർഷത്തെ പ്രോജക്ടുകളായ പരിവർത്തൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി സ്കൂൾ ദത്തെടുക്കൽ, നിർധനരായ കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന പാലിയേറ്റീവ് കെയർ, മാലിന്യ സംസ്കരണം, ജൈവ പച്ചക്കറി കൃഷി പരിശീലനം മുതലായ പരിപാടികളും വിവിധ സംഘടനകളുമായി ചേർന്ന് നടപ്പാക്കും. ഈ വർഷത്തെ പ്രൊജക്റ്റായ സേവ് വാട്ടർ പദ്ധതിയിൽ പങ്കുചേർന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേരുവാനാണ് റോട്ടറി ക്ലബ്ബ് ഈ വർഷം ലക്ഷ്യമിടുന്നത്.
വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജിബി സെബാസ്റ്റ്യൻ, ബൈജു ഇബ്രഹാം, സന്തോഷ് ദേവസ്യ, KS ശശി എന്നിവർ പങ്കെടുത്തു. അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവും വൈനും പിടികൂടി. അടിമാലി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഫുഡ്വേഴ്സിൽ നിന്നുമാണ് മദ്യവും വൈനും എക്സൈസ് സംഘം പിടികൂടിയത്. ശല്യാമ്പാറ വെളിയത്ത് വിനോദ് ജോർജാണ് കടയുടെ മറവിൽ മദ്യക്കച്ചവടം നടത്തിയിരുന്നത്. 6 മാസമായി ഇയാൾ ഇവിടെ മദ്യവിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് പറഞ്ഞു. കടയുടെ രഹസ്യ അറകളിലാണ് മദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. 1 മാസമായി എക്സൈസ് ഷാഡോ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കട. ഇവിടെ നിന്നും 23 ലിറ്റർ വൈനും 10 ലിറ്റർ ബ്രാൻഡിയും 200 പാക്കറ്റ് ഹാൻസുമാണ് പിടികൂടിയത്. 1/2 ലിറ്റർ മദ്യത്തിന് 200 രൂപ ലാഭത്തിലായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കാണ് പ്രധാനമായും മദ്യവിൽപ്പന നടത്തിയിരുന്നത്. അടിമാലിയിൽ നിന്നും 14 മൈലിലേക്ക് കൺസ്യൂമർ ഫെഡ് മദ്യശാല മാറ്റിയതും ബാറുകൾ അടച്ചതുമാണ് അനധികൃത മദ്യക്കച്ചവടം വർദ്ധിക്കാൻ കാരണം. അടിമാലി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന സജീവമായതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മദ്യം റെയ്ഡ് ചെയ്ത് പിടികൂടിയത്. മൂന്നാർ എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘമാണ് മദ്യം പിടികൂടിയത്. CI അബു എബ്രഹാം, പ്രിവന്റീവ് ഓഫീസർ S ബാലസുബ്രഹ്മണ്യൻ, CEOമാരായ AC നെബു, KS മീരാൻ, ബിജു മാത്യു, ജോളി ജോസഫ് എന്നിവരുൾപ്പെടുന്ന എക്സൈസ് സംഘമാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മദ്യം പിടികൂടിയത്. അടിമാലിയിലെ മുഴുവൻ അനധികൃത മദ്യവിൽപ്പനക്കാരെയും താമസിയാതെ പിടികൂടുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നതായിട്ട് രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ ആ കടയിലെ ഷാഡോ എക്സൈസിനെ വിട്ട് നിരീക്ഷിച്ചതിന് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ആ കടയിൽ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ 10 ലിറ്റർ അനധികൃത മദ്യവും 23 ലിറ്റർ വൈനും ഏകദേശം 200ഓളം നിരോധിച്ച ഹാൻസ് ഉൽപ്പന്നങ്ങളും പിടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നടന്നെങ്കിലും ഇന്നും വൈദ്യുതിയില്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസ് അടിമാലിയിലുണ്ട്. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന ദേവികുളം താലൂക്ക് വ്യവസായ ഓഫീസിലാണ് 33 വർഷമായി വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തത്. സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് കടന്നതിന്റെ പ്രഖ്യാപനം കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടത്തിയത്. ജില്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം വൈദ്യുതി മന്ത്രി MM മണി അടിമാലിയിൽ വെച്ചാണ് നടത്തിയത്. എന്നാൽ അടിമാലിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ദേവികുളം താലൂക്ക് വ്യവസായ ഓഫീസിൽ വൈദ്യുതി ഇനിയും അന്യമാണ്. 3.5 പതിറ്റാണ്ട് പിന്നിട്ട വ്യവസായ ഓഫീസിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. 1982 അടിമാലിയിൽ വ്യവസായ വകുപ്പിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ആദ്യ 2 വർഷം വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടിടത്തിൽ പല സ്ഥാപനങ്ങൾക്ക് കൂടി ഒരൊറ്റ കണക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വൈദ്യുതി വകുപ്പ് കണക്ഷൻ വിച്ഛേദിച്ചു. മറ്റു പല സ്വകാര്യ സ്ഥാപനങ്ങളും സ്വന്തം നിലയിൽ വൈദ്യുതി കണക്ഷൻ എടുത്തു. എന്നാൽ വ്യവസായ വകുപ്പ് ഓഫീസിൽ വൈദ്യുതി എത്തിയില്ല. കെട്ടിട ഉടമ പറയുന്നത് വ്യവസായ വകുപ്പ് സ്വന്തം നിലയിൽ കണക്ഷൻ എടുക്കണമെന്നാണ്. വൈദ്യുതി കണക്ഷനായി ഓഫീസിലുള്ളവർ വയറിങ്ങിനും മറ്റുമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നതാണ്. എന്നാൽ വയറിങ്ങിനായുള്ള 17,000 രൂപ ആര് നൽകുമെന്ന കാര്യമാണ് തടസ്സമായി നിൽക്കുന്നത്. ഓഫീസിന് ലഭിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വൈദ്യുതിയില്ലാത്തതിനാൽ കെട്ടിപ്പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനായി പുറത്തുള്ള കഫേകളെയാണ് ജീവനക്കാർ ആശ്രയിക്കുന്നത്. സ്വയം തൊഴിൽ അപേക്ഷയും PMEGP, ഉൽപാദക യൂണിറ്റ് സബ്സിഡി തുടങ്ങിയവയാണ് വ്യവസായ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ഇടപെട്ട് വ്യവസായ ഓഫീസിൽ വൈദ്യുതി എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓഫീസ് ജീവനക്കാർ. ഹർത്താൽ ദിനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തി ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ മാതൃകയായി. ഇരട്ടിയാർ ടൗണും പരിസരവുമാണ് NCC കേഡറ്റുകൾ വൃത്തിയാക്കിയത്. നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൽ ഇതുവരെ ഏകദേശം 100-ൽ പരം ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ മഹാരോഗമെന്ന് ഭയപ്പെടുന്ന ക്യാൻസറോ എയ്ഡ്സോ അതിനേക്കാളും ഭയങ്കരമാണ് ഡെങ്കു, ചിക്കൻഗുനിയ ഇത്തരം രോഗങ്ങൾ. ഡെങ്കു എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കേരളത്തിൽ ആഴ്ചകൾക്കുള്ളിൽ മരണം സംഭവിക്കും. നമ്മുടെ സ്വന്തം ജീവനും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ജീവനും ഏത് നിമിഷവും നഷ്ടപ്പെടാം. ഒരു യുദ്ധക്കെടുതിയേക്കാൾ ഏറെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താൽ ദിനത്തിൽ ജില്ല മുഴുവൻ വിശ്രമിച്ചപ്പോൾ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ NCC ഓഫീസർ ലഫ്റ്റനന്റ് റെജി ജോസഫിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തി മാതൃകയായി. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റിന്റെ 2017-ലെ രണ്ടാമത് പ്രോജക്റ്റായ ക്ലീൻ ഇരട്ടയാർ 2017ന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ മാത്യു തറമുട്ടം നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി ഇരട്ടയാർ ടൗണിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മുതൽ പഞ്ചായത്ത് ജംഗ്ഷൻ വരെയുള്ള
റോഡിന്റെ ഇരുവശങ്ങളിലെയും ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റ് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്തു. ടൌണിലും പരിസര പ്രദേശങ്ങളിലും മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകുന്ന സാഹചര്യത്തിൽ പുതിയതായി ഓടകൾ നിർമ്മിച്ചും ടൌണിലെയും പരിസര പ്രദേശങ്ങളിലെയും വീപ്പകളിലും ടയറുകളിലും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ടിന്നുകളിലെയുമുള്ള വെള്ളം കമഴ്ത്തിക്കളഞ്ഞു. 2017 അധ്യയന വർഷം മുഴുവൻ ഇരട്ടയാർ ടൌണിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കി ഇരട്ടയാറിനെ ക്ലീൻ ഇരട്ടയാറാക്കുക എന്ന ദൌത്യമാണ് NCC യൂണിറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സീനിയർ അണ്ടർ ഓഫീസർ അലന്റ് സണ്ണി, അണ്ടർ ഓഫീസർ അജിത് വാലുമേൽ, സർജൻ റോസ്മരിയ മാർട്ടിൻ, ജോസിയ മോൾ ജേക്കബ്, ഹെലൻ മേരി വർഗീസ്, ബേസിൽ തോമസ്, ആൽബിൻ, അനന്തു, ജിമ്മി, സന്തു, സെറിൻ, അലൻ, ബെന്നി, ദിൽജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന നിരപ്പേൽക്കട അപ്പാപ്പൻപടി റോഡിലൂടെയുള്ള യാത്ര ദുർഘടം. റോഡിലെ ടാറിംഗ് ഇളകി കാൽനട യാത്ര പോലും ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. കട്ടപ്പന നിരപ്പേൽക്കട അപ്പാപ്പൻപടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കേന്ദ്ര ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാർ ചെയ്തത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരുടെ ഏക സഞ്ചാരമാർഗമാണ് ഈ റോഡ്. സ്കൂൾ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു. റോഡിലെ ടാറിംഗ് ഇളകി കുണ്ടും കുഴിയും രൂപപ്പെട്ട് ഇപ്പോൾ യാത്ര ദുരിതപൂർണമാണ്. ഈ ബസ്സുകൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന ചെറുവണ്ടികൾ, നൂറുകണക്കിന് വണ്ടികൾ ഈ വഴിയോടെ പോകുന്നതാണ്. അവർക്കൊന്നും യാത്രാ സൗകര്യം, വഴിയെല്ലാം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് യാത്ര വളരെ ദുരിതത്തിലായിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതിലെ പല പ്രാവശ്യം കടന്നു പോകാറുണ്ട്. നമ്മുടെ MP ഇതിലെയാണ് പോകുന്നത്, ഇടുക്കി MP. ഈ അധികാരികളാരും തന്നെ ഈ റോഡ് ശ്രദ്ധിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. 3 വർഷം മുമ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിൽ പിന്നെ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ മിക്ക ഭാഗങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ഓടയില്ലാത്തതുമൂലം മഴവെള്ളം റോഡിൽ കെട്ടിക്കിടന്ന് യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നതും നിത്യസംഭവമാണ്. ടാറിംഗ് പിഴവിൽ റോഡിന്റെ ഒരു വശം തകർന്നതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകയായി തെരഞ്ഞെടുത്ത കൊന്നത്തടി പാറക്കൽ അഞ്ജു തോമസിനെ റോഷി അഗസ്റ്റിൻ MLA അനുമോദിച്ചു. അഞ്ജുവിന്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹം മൊമന്റോ നൽകി ആദരിച്ചത്. 5ാം ക്ലാസ് മുതൽ ജൈവ കാർഷിക രംഗത്തേക്ക് കടന്നുവന്ന അഞ്ജുവെന്ന ഹൈറേഞ്ചിന്റെ കുട്ടിക്കർഷക പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാരിന്റെ വരെ നിരവധിയായ പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത്. ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും അഞ്ജുവിനാണ് ലഭിച്ചത്. കൃഷി ഓഫീസറാകണമെന്ന മോഹവുമായി കൃഷിയെ നെഞ്ചിലേറ്റി ഇടുക്കിക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന അഞ്ജുവിനെ ആദരിക്കുന്നതിനായി ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ അഞ്ജുവിന്റെ വീട്ടിലെത്തി. തിരക്കുകൾക്കിടയിലും തന്റെ മണ്ഡലത്തിലെ അഭിമാനമായി മാറിയ അഞ്ജുവിന് ഉപഹാരം നൽകി ആദരിക്കുകയും അഞ്ജുവിന്റെ കൃഷിയിടവും കാർഷിക പ്രവൃത്തികളും നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് കൃഷിവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിക്കുകയും അഞ്ജുവിന് കേരളത്തിൽ BSc അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കുന്ന വളർച്ചയിലേക്ക് എത്താൻ അഞ്ജുവിന് സാധിച്ചു. അങ്ങനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി അഞ്ജുവിനെ വിളിച്ച് അഭിനന്ദിച്ചു. അദ്ദേഹത്തിന് വളരെയേറെ താല്പര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും തുടർന്നുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യത്തിലും ഇതിനെല്ലാ സഹായവും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യും എന്നതിനെ അറിയിക്കുകയും ചെയ്തു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവരും MLAക്കൊപ്പം എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് മുതൽ മുടക്കിയ റിസോഴ്സ് സെന്റർ പൂട്ടിക്കെട്ടി. ജില്ലയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള സെന്ററാണ് കെടുകാര്യസ്ഥതയാൽ പൂട്ടിയത്. ഇടുക്കി ജില്ലയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള റിസോഴ്സ് സെന്ററാണ് അധികൃതരുടെ അനാസ്ഥയാൽ പൂർണ്ണ തകർച്ച നേരിടുന്നത്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം ലക്ഷ്യമാക്കി 2012 ഫെബ്രുവരി 23-നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാഴത്തോപ്പ് വഞ്ചിക്കവലയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് മുതൽ മുടക്കിൽ പരിശീലനത്തിനാവശ്യമായ ഉപകരണങ്ങളും സജ്ജമാക്കിയിരുന്നു. എന്നാൽ പരിശീലകരെ നിയമിക്കാത്തതിനാലും ആവശ്യമായ പരിപാലനമില്ലാതെയും സെന്റർ ഇന്ന് പൂർണ്ണ തകർച്ച നേരിടുകയാണ്. ജില്ലാ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെടുത്ത കെട്ടിടം, അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ സാധനങ്ങളും കടന്ന് നശിക്കുകയും നാളിതുവരെ ഇതിനകത്ത് ഒരു ടീച്ചറെ നിയമിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് കിടന്ന് നശിക്കുന്നത് മൂലം ഒരു ഉപകാരവും ഒരു കുട്ടിക്കും ഉണ്ടാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്.
അതുപോലെ തന്നെ ഈ പ്രത്യേക പരിഗണിക്കുന്ന ഈ ജില്ലയിലെ കുട്ടികൾക്ക് മുഴുവനായിട്ട് ഇവിടെ കൊണ്ടെടുത്ത് നടത്താവുന്ന ഒരു സ്ഥാപനം ഇങ്ങനെ കിടന്ന് നശിക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ നല്ല ഒരു അമർഷം. അടിയന്തരമായി റിസോഴ്സ് സെന്റർ സംരക്ഷിക്കുന്നതിനും പരിശീലകരെ നിയമിക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കർഷകർ നെൽകൃഷിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ 15 വർഷത്തിന് ശേഷം വയലിൽ വിത്തെറിയുകയാണ് കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ ഒരു കർഷകൻ. തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല വടക്കേക്കരയിൽ കുഞ്ഞുമോനാണ് വീണ്ടും പ്രതീക്ഷയോടെ നെൽകൃഷിയിലേക്ക് ഇറങ്ങുന്നത്. 15 വർഷം മുമ്പ് വരെ വിജയകരമായി നെൽകൃഷി നടത്തിയിരുന്ന കർഷകനാണ് കുഞ്ഞുമോൻ. സമീപത്തുള്ള കർഷകർ നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങുകയും മറ്റ് കൃഷികളിലേക്ക് തിരിയുകയും ചെയ്തതോടെ ഈ കർഷകന് വെള്ളം ലഭിക്കാതെയായി. ഇതോടെ കുഞ്ഞുമോനും നെൽകൃഷിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്നാൽ അരിക്ക് വില കൂടിയതും വൈക്കോലിന് വില ഉയർന്നതും വീണ്ടും നെൽകൃഷിയിലേക്ക് തിരിയാൻ കുഞ്ഞുമോനെ പ്രേരിപ്പിച്ചു. ഇതിനായി കൃഷി ഓഫീസിനെ സമീപിക്കുകയും മുന്തിയ ഇനം നെൽവിത്ത് സംഘടിപ്പിക്കുകയും ചെയ്തു. വെള്ളത്തിനായി കുളവും നിർമ്മിച്ചു. പുതുതലമുറയ്ക്ക് നെൽകൃഷി എങ്ങനെയാണെന്ന് അറിയില്ല. ഈ തലമുറയെ നെൽകൃഷി പരിചയപ്പെടുത്തുക കൂടിയാണ് കുഞ്ഞുമോൻ ചെയ്യുന്നത്. നിലവിളക്ക് കത്തിച്ച ശേഷം കൃഷിക്ക് പാകമായ കണ്ടത്തിലേക്ക് കുഞ്ഞുമോൻ വിത്തെറിഞ്ഞു. നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞുമോൻ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. അരിയുടെ വിലയും കച്ചിയുടെ ക്ഷാമവും പുതുതായിട്ട് തലമുറകളായ കുഞ്ഞുങ്ങൾ ഈ കൃഷി എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർക്ക് നെല്ലിനെ പറ്റി യാതൊരു വിവരവും അറിയത്തില്ല. അപ്പോൾ അവരെ നെല്ലിനെ പറ്റിയുള്ള ഒരു പാഠം കാണിക്കാനും അവർ പഠിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ്. പുതിയതായി ആരംഭിച്ച നെൽകൃഷിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ നിർവഹിച്ചു. സമീപവാസികളും നാട്ടുകാരും നെൽകൃഷിയുടെ വിത്ത് വിതയ്ക്കലിന് എത്തിയിരുന്നു. പ്രൈവറ്റ് ബസ് കേരള എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാളെ കുമളിയിൽ നിന്നും കാരുണ്യയാത്ര സംഘടിപ്പിക്കും. കുമളി എറണാകുളം റൂട്ടിൽ ഓടുന്ന ശരണ്യ ബസ്സിലെ നാളത്തെ ഒരു ദിവസത്തെ കളക്ഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് കെജിസ് ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഹർത്താൽ ദിനം വീട്ടിൽ തന്നെ ആഘോഷിക്കുകയായിരുന്നു പലരും. എന്നാൽ ഈ ദിവസം മീൻപിടുത്തത്തിനായി മാറ്റിവെച്ചവരും നിരവധിയായിരുന്നു. നേർക്കാഴ്ചയിലേക്ക്. ഹർത്താൽ മലയാളികൾക്ക് ആഘോഷമാണ്. പലരും പല രീതിയിലാണ് ഹർത്താൽ ആഘോഷിക്കുന്നത്. മഴക്കാലമായതോടെ നദികളിൽ വെള്ളമുയർന്നു. ഇതോടെയാണ് അണക്കെട്ടുകളുടെ ജലസംഭരണികളിൽ മീൻ പിടിക്കാൻ ആളുകൾ എത്തിയത്. ചൂണ്ടയിടൽ വിനോദമാക്കിയവർ ഹർത്താൽ ദിനം വെറുതെ കളയണ്ട, അല്പം ചൂണ്ടയിട്ട് കളയാം എന്ന് കരുതി അങ്ങനെ എത്തിയവരാണ് ഇവർ. ഹർത്താലൊക്കെ ആയതുകൊണ്ട് ഇന്ന് വണ്ടി ഓടാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ടൈം പാസ്. ഹർത്താൽ ദിവസം മോശമായില്ല. മീൻ പിടിക്കാൻ വന്നവർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നില്ല. ഇരട്ടാർ ഡാമിൽ വന്നതിന് ഇഷ്ടംപോലെ മീനുകൾ ഡാമിലുണ്ട്. ഇവിടെ വന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മീൻ കിട്ടിയിട്ടുണ്ട്. ആരും സങ്കടമായിട്ട് തിരിച്ചു പോകുന്നില്ല. 1 കിലോ മുതൽ 7 കിലോ വരെ മീൻ കിട്ടിയവരുണ്ട്. ജീവനുള്ള പിടയ്ക്കുന്ന മീൻ ചൂണ്ടയിൽ കുരുങ്ങിയപ്പോൾ കാത്തിരിപ്പ് സഫലമായതിന്റെ ആഹ്ലാദം. എന്തായാലും പലരും ഹർത്താൽ ദിവസം ഉറങ്ങിത്തീർത്തപ്പോൾ ഇവരെ സംബന്ധിച്ച് മീൻപിടുത്തം ഒരു വിനോദവും ഒപ്പം ആദായവുമായി മാറി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. തൊടുപുഴ മേഖലയിൽ നേരിയ സംഘർഷം. +1 പ്രവേശനം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വിവിധ സ്കൂളുകളിൽ 169 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സീറ്റുകൾ ബാക്കിയായത് സർക്കാർ സ്കൂളുകളിൽ. തോപ്രാംകുടിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കോട്ടയം സ്വദേശി ബിനു.
ദുർബലമായ കാലവർഷം വീണ്ടും ശക്തമാകുന്നു. പീരുമേട് മേഖലയിൽ പലയിടത്തും കനത്ത മഴ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.